again. ഞങ്ങൾ ഇന്ന് മക്കളുടെ യൂണിഫോം മേടിക്കാൻ പോവാണ്. അപ്പൂസിന്റെ പുതിയ സ്കൂളില് ഞങ്ങള് ബസ് വരുന്നുണ്ടേ. എന്റെ അമ്മയാ ബസ് എന്തൊരു സ്പീഡിലാണ് വരുന്നത്. ഞങ്ങൾ അപ്പൊ ഇന്ന് പഴയ സ്കൂളിൽ മറ്റേ സ്കൂളിൽ ഞങ്ങള് മാർക്ക് ലിസ്റ്റും TC മേടിക്കാൻ പോയത് കണ്ടില്ലായിരുന്നു. അപ്പൊ ഇനി ഞങ്ങൾ പുതിയ സ്കൂളിലേക്ക് യൂണിഫോമും ബുക്സ് കിട്ടി ഓൾറെഡി. ഇപ്പൊ യൂണിഫോമും പിന്നെ ഫീസൊക്കെ അടയ്ക്കണം സ്കൂൾ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ്. അപ്പൊ ജൂൺ 2 ക്ലാസ് തുടങ്ങും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 72 ദിവസം 72 ഡേയ്സ് ഇവന് വെക്കേഷൻ ആസ്വദിച്ചിട്ട് ഇനി പോവാണ്. അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് യൂണിഫോം ഒക്കെ വാങ്ങിയിട്ട് വരാം. എന്തെങ്കിലും പറയൂ, ഞാൻ മാത്രം പറയാം. അപ്പൂസ് പറ, അപ്പൂന് ജീനിയസ് സ്കൂൾ ഇഷ്ടായോ? പുതിയ സ്കൂളിന്റെ പേരെന്താ അപ്പു പറ? ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന സ്കൂളിന്റെ പേരെന്താ? ജീനിയസ് ഇന്റർനാഷണൽ സ്കൂൾ. ജൂൺ 2 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. അതിന്റെ 10 ദിവസം കഴിഞ്ഞിട്ട് ബർത്ത്ഡേ. അയ്യോ, അപ്പൊ എന്റെ മോളൂട്ടിക്ക് ജൂൺ 12 ആണ് മോളൂട്ടിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൂസേ? അപ്പൊ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് നീയുണ്ടോ? നിനക്ക് എന്താ വേണ്ടേ? എന്റെ ബർത്ത്ഡേക്കോ? മോന്റെ ബർത്ത്ഡേക്ക് എല്ലാം ഉണ്ടാവും. അപ്പൂസ് എത്രാം ക്ലാസ്സിലേക്ക് പോണേന്ന് പറയാം. ഇവൻ ലക്കിയാ. എന്താ അറിയോ, ഓഗസ്റ്റില് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്താ അപ്പൂസ് എന്താ ലക്കി? ഒന്നും കൂടി തുടങ്ങാനേ. പറഞ്ഞു. അപ്പൂസ് ആക്ച്വലി ലക്കിയാ. എന്താ ഉറക്കെ പറയല്ലേ? എന്താ അറിയോ, എന്റെ ജൂണിലല്ലേ. അപ്പൊ എല്ലാരും എന്താ പറയുക, നാട്ടിൽ നിന്നൊക്കെ ബേസിലും ബാബയൊക്കെ വന്നിട്ട് പോവും സ്കൂൾ തുടങ്ങുന്ന കാരണം. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ശിവന്റെ ബർത്ത്ഡേക്ക് കുറെ ആൾക്കാരുണ്ടാവും. കാരണം ആ സമയത്ത് പാപ്പിന്റെ അപ്പൂന്റെ ഒക്കെ ലീവ് ഒക്കെ വരും. പിന്നെ വേറൊരു കോമഡി എന്താ വെച്ചാ എല്ലാവരുടെയും ബർത്ത്ഡേ ഓഗസ്റ്റിലാണ്. അതെ, അപ്പൂന്റെ മമ്മീന്റെ ജോർദാന്റെ ബേസിന്റെ കുറെ ആൾക്കാരുടെ ബർത്ത്ഡേ ഓഗസ്റ്റിലാക്കി. ഇത് നമ്മളീ പോകുന്ന വഴി കാണിച്ചു കൊടുക്കുക. ഇത് ഞങ്ങൾ ആക്ച്വലി ഫോറസ്റ്റ് ഏരിയ ആണ്. അത് കാണിച്ചു കൊടുക്കണേ. പുറകിലൊരു വണ്ടി വന്നു ഈ ഫോറസ്റ്റ് എടുക്കുന്ന നേരം കൊണ്ട്. എന്താ പറ്റിയത്? ഞങ്ങൾ കുഴി ചാടി. അയ്യോ, എന്താണ് അത് പറ്റിയേ? നമ്മ കണ്ടില്ല. എനിക്കിഷ്ടായി. ഇപ്പൊ കേട്ടാ ഇറക്കം കൊള്ളാം. ഇത് ചെറുതാണോ? അത് അല്ല, അവക്ക് ഭയങ്കര വിഷമായിട്ട്. മോളെ, നമ്മൾ പേരിന് മുതലാളി എന്ന് പറഞ്ഞാലും ഇവിടെ എന്ത് തന്നെ ഫുള്ള് പണിയെടുക്കണ്ടേ? നീ പൈസ എണ്ണ അറിയും. എന്റെ മോളെ ഇന്നാള് ഞങ്ങള് ക്ലിയർ ആക്കി. ഇതോ രക്ഷിക്കണോ സിനിമയിലൊക്കെ ആവാനേ.